ഇന്ന് ഏകാദശി എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. എല്ലാവരും എടുത്തില്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ട് ഏകാദശി എടുക്കാൻ പറ്റാത്തവർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്, മുൻകൂർ ജാമ്യം, വിഷമം ഉണ്ടാകരുത്. അപ്പം നമ്മളെല്ലാവരും ഈ ഏകാദശിയെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏകാദശി എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്കതെല്ലാം എടുക്കണം, അത് എടുക്കേണ്ടതാണെന്ന് അറിയത്തുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഏകാദശിയെ കുറിച്ച് എല്ലാ വ്രതങ്ങളെയും പോലെ അതും ഒരു വ്രതമായിട്ട് കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഏകാദശിയും ഒരു വ്രതമാണ് എന്ന് വിചാരിച്ച് പോകുമ്പോൾ നമുക്കൊരു പക്ഷേ എടുക്കാൻ പറ്റാതെ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ എല്ലാ വ്രതങ്ങളും എടുത്ത് ക്ഷീണിച്ച അവസാനം അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഏകാദശി ആണെങ്കിൽ ഇനി അതും കൂടെ എടുക്കും, ശാരീരികമായിട്ട് ക്ഷീണിക്കും. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ചില സമയത്ത് ചൊവ്വാഴ്ചയാണ് ഏകാദശി വരുന്നത്, തിങ്കളാഴ്ച വേറെ എന്തോ വ്രതം, തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുണ്ട്. അപ്പം ആകെ ശാരീരികമായിട്ട് ക്ഷീണിക്കുമ്പം ഇനിയും ചൊവ്വാഴ്ചയും കൂടെ വ്രതം എടുക്കണോ? അവൻ വേണ്ട, അടുത്ത ഏകാദശി നോക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇന്ന് ഏകാദശി എടുത്തവർക്കും ഈ കാർത്തിക മാസത്തിൽ എടുത്തവർക്കും വളരെ ശ്രേഷ്ഠമാണ്. പറഞ്ഞില്ലേ, കാർത്തിക മാസത്തിൽ എന്ത് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് 1000 ഇരട്ടി ഫലം കിട്ടും. അത് സ്പഷ്ടമാണ്. എല്ലാ പുരാണങ്ങളിലും, മിക്ക പുരാണങ്ങളിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നൊരു ദാമോദര ആരതി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ, അത് ആരുടേതാണ് നിർഭാഗ്യം എന്ന് നമ്മൾ പറയില്ല, എന്തെങ്കിലും കാരണവശാൽ ഒക്കെ ഒരു നിയോഗമാണ്. അപ്പൊ ആരെയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മിനിറ്റ്, അപ്പം ഇവിടെ കാർത്തിക മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ്. ഈ ഏകാദശിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രീതി 2 വരി എന്താ കേട്ടിട്ടുള്ളത്? എന്തെങ്കിലും? ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ് കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ പ്രതിഷ്ഠ നടത്തിയതല്ലേ, ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയതും ഓക്കെ, ഏകാദശിയാണോ? ഓക്കെ, ഇന്നത്തെ ദിവസം അങ്ങനെ പറയും. ഇവിടെ ഏകാദശി, അതൊക്കെ ഏകാദശിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രേഷ്ഠമായ ദിവസമായത് കൊണ്ട് ആണ് ഇതൊക്കെ നടന്നത്. പക്ഷെ ഏകാദശി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തന്നെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച, ഒറിജിൻ ചെയ്ത ദേവിയാണ് ഏകാദശി ദേവി. അതിന് കാരണവുമുണ്ട്. ഭഗവാൻ, ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് പല ബ്രഹ്മവിവർത്ത പുരാണത്തിലാണെങ്കിലും പത്മപുരാണത്തിലാണെങ്കിലും ഒക്കെ ഇതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ കഥകള് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് അതും കൂടെ ഞാൻ എടുത്തു പറയാം. പ്രഭുപാദരുടെ അരുമ ശിഷ്യന്മാരെ 2-3 പേരുണ്ടായിരുന്നു. ഒന്ന് തമലകൃഷ്ണ പ്രഭു, വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഒന്ന് തമാലകൃഷ്ണ പ്രഭു, പിന്നെ ഒരു ശൂരിദാസ് പ്രഭു എന്ന് പറയും, അതെ, ഹരിശൂരിദാസ, പിന്നെ ഞങ്ങളുടെ ഗുരു ജയപതാക സ്വാമി. ഇവരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് പ്രഭുപാദര് വീണ്ടും ഏകാദശി മഹാത്മ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഭഗവാൻ എല്ലാ സൃഷ്ടിയും നടത്തി. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്, അല്ലേ? 5 എലമെന്റ്സ്. അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭൂമിരാവോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരം. സുധീർ പ്രഭു, ബാക്കി എന്താണ്? ഞാനെല്ലാം ഓർമ്മ വരുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ ശ്ലോകം എന്താണ്? ഭൂമിരാവോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയമേ പിന്നെ പ്രകൃതിരഷ്ടത. അതിന്റെ മീനിങ് എന്താണ്?
ആദ്യം പഞ്ചഭൂതങ്ങള്, പിന്നെ 3 അഹങ്കാരം ബുദ്ധി മനസ്സ്, അങ്ങനെ ആകെ 8 എലമെന്റ്സ്. അടുത്ത 5 എലമെന്റ്സ് ആണ് ഭൂമി, പിന്നെ വായു, ജലം അല്ലേ, ഭൂമി, വാട്ടർ, ഫയർ, എയർ ഇല്ലേ, പിന്നെ എതർ അല്ലേ, ഭൂമി രാപോ, അനലോ, വായു അല്ലേ. എടുത്തോ ശ്ലോകം? എടുത്തു വെച്ചിട്ട് വായിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ 5 എലമെന്റ്സിനെ കൊണ്ടിട്ടാണ് എല്ലാ സൃഷ്ടികളും ചെയ്തത്. അതേ സമയം തന്നെ നമ്മള് വലിയൊരു മാളിക ഉണ്ടാക്കി വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ താമസിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സൂക്ഷിപ്പുകാരനെ വെക്കും അല്ലേ? ആരെങ്കിലും വലിയ രീതിയിലാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിനെ വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ അയലോക്കത്തുള്ള ഒരാളിനെ ഏൽപ്പിക്കും ഇല്ലേ. കാര്യം അത്രയും മനോഹരമായൊരു മാളിക ചെയ്യുമ്പം അതിനെ പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ഈ സൃഷ്ടിയെല്ലാം ചെയ്തതിന് ശേഷം ഇവര് ആരൊക്കെ എന്തെങ്കിലും അശാസ്ത്രീയമായിട്ട് ചെയ്യുന്നുണ്ടോ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പാപപുരുഷനെയും സൃഷ്ടിച്ചു. ഇതാണ് നടന്നത്. അതാണ് കലിയുഗത്തിൽ വന്നത്. ഈ കലിയുഗത്തില് കലി എന്ന് പറയുന്നത് പാപപുരുഷനാണ്. അത് പരിഷത്ത് മഹാരാജാവിന്റെ കാലഘട്ടത്തോടു കൂടിയാണ് ഈ കലി വരുന്നത്. പക്ഷെ പരിഷത്ത് മഹാരാജാവ് കലിയുഗത്തിലാണെങ്കിലും പരിഷത്ത് മഹാരാജാവിന്റെ ഭരണം സത്യയുഗത്തെ പോലെ വളരെ ശോഭിച്ചത് കൊണ്ട് കലിക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചോദിക്കും എവിടൊക്കെ തന്നെ ഇരിക്കണം എന്നൊക്കെ ഭഗവാൻ പറയും. അപ്പൊ ഇവിടെ ഞാൻ മുമ്പായിട്ട് വീണ്ടും പറയാം. അപ്പം എല്ലാ മാസത്തിലും അമാവാസിയും 11ാമത്തെ ദിവസം അമാവാസിയും പൗർണമിയിലുമാണ് ഏകാദശി വരുന്നത്. 2 ഏകാദശിയും ഒരുപോലെ ശ്രേഷ്ഠമാണ്, ഒരുപോലെ നോക്കണം. ചിലർ പറയാറുണ്ട് ശുക്ലപക്ഷത്തിന്റെ ഏകാദശി മാത്രം നോക്കിയാലും മതിയെന്ന്. പക്ഷേ ഗർഗഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചുമന്ന പശുവിന്റെയും കറുത്ത പശുവിന്റെയും പാലിന് ഒരേ നിറം എന്നതുപോലെ ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും ഫലം ഒരുപോലെയാണ്. അത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാടിടത്ത് ഇതിനെ കുറിച്ച് റെഫറൻസ് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇനി ഓരോ ഏകാദശിക്കും പ്രത്യേകം പേരുകളുണ്ട്. ഇന്നത്തെ ഏകാദശിയുടെ പേര് ഒന്ന് എടുത്തു വെക്കണേ സുധീർ പ്രഭു. സ്മിത മാതാജി വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പം ഓരോ ഏകാദശിയും ആ ഏകാദശിയുടെ ചരിത്രം വായിക്കുന്നത് പോലും, അതുപോലെ തന്നെ ഈ ഏകാദശി മാഹാത്മ്യം നമ്മൾ കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും വായിക്കുകയോ ചെയ്യുന്നതും എല്ലാ പാപങ്ങളും പോകാനുള്ള ഒരു മാധ്യമമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടാണ് ഉള്ളതാണ്. ഇനി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇന്ന് ഭക്ഷണം കിട്ടിയില്ലെന്ന് വിചാരിച്ചു, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചില്ല, നമ്മുടെ ഏകാദശി ഒന്നും നോക്കിയതല്ല. പക്ഷേ ഈ പട്ടിണി കിടക്കുന്ന ഈ ദിവസം, ആഹാരം ഒന്നും കിടക്കാതെ വന്ന ഈ ദിവസം ഏകാദശി ആണെങ്കിൽ ഭഗവാൻ ആ ഏകാദശി നമ്മൾ എടുത്തതായിട്ട് കണക്കിലാക്കും. അത്രയും അനുഗ്രഹം തന്നു. അതുകൊണ്ടാണ് ഭഗവാനെ ദീനാനുകമ്പൻ എന്ന് പറയുന്നത്. പിതൃക്കൾക്കുള്ള ഏറ്റവും വലിയ മോക്ഷത്തിനുള്ള ഒരു ഉപായമാണ്, ഒരു ഫോർമുലയാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകാദശി നോക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഹലോകത്തിൽ ഈ ഗൃഹസ്ഥ ജീവിതത്തിലും നമുക്ക് ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി കെട്ടാൻ ഈ ഏകാദശി നമുക്ക് പ്രയോജനപ്പെടും. എന്തുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ പ്രയാസങ്ങൾ കൂടി വരുന്നത്? അതും ഈ ഏകാദശി നോക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ചിലര് പറഞ്ഞിട്ടുണ്ട്, ഏകാദശി ചിലര് നോക്കാതെ വരുന്നത് പട്ടിണി കിടക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ശരീരത്തിന് അവരുടേതായ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാലൊക്കെ ഏകാദശി മാറ്റിവെക്കുന്നു. പക്ഷെ വളരെ സിമ്പിളാണ് ആചാര്യന്മാര് പറഞ്ഞു തന്ന ഏകാദശി.
ശാസ്ത്രപ്രകാരമാണെങ്കിൽ വളരെ കട്ടിയായിട്ടൊരു നീണ്ട ലിസ്റ്റാണ്. അതൊന്നും കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കാരണം ഭാഗവത വിധി പ്രകാരം ഭഗവാൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഏകാദശി, ആരും പട്ടിണി കിടക്കാതെ ഏകാദശി നോക്കാൻ പറ്റും. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഗോതമ്പ് കഴിക്കാൻ പറ്റത്തില്ല, പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആഹാരങ്ങളും, വെജിറ്റബിൾസിലുള്ള എല്ലാ ആഹാരങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സ്, പഴം കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റും, പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ പറ്റും. ഇനി ആഹാരം അത്യാവശ്യം വേണം എന്ന്, അങ്ങനെ അത്രയും ഒരു കട്ടിയായിട്ടുള്ള ആഹാരം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാമ അരിയിലോട്ട് പോകാൻ പറ്റും, പിന്നെ ചൗവരിയിലോട്ട് പോകാൻ പറ്റും. അപ്പം ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പട്ടിണി ഒരിക്കലും കിടക്കേണ്ടി വരത്തില്ല. പഴം പുഴുങ്ങി കഴിക്കാം. അപ്പം അന്നത്തെ ദിവസം അപ്പൊ അങ്ങനെ ഈ പാവപുരുഷനെ സൃഷ്ടിച്ചു. പാവപുരുഷന്റെ അടുത്ത് ഡ്യൂട്ടിയും പറഞ്ഞു. അപ്പൊ ഈ പാവപുരുഷനെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു പറയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പം, ഇത് ഈ ഏകാദശി നോക്കാത്തടത്ത് 86 തരം നരകങ്ങളുണ്ട്, 86, 82 സംതിങ്. ഈ നരകവർണ്ണനെ കുറിച്ചൊക്കെ ബ്രഹ്മവിവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ് നരകത്തിലോട്ട് പോകുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാല് വായിക്കേണ്ട, പ്രത്യേകിച്ച് ഗരുഡ പുരാണം വായിക്കരുതെന്നൊക്കെ പറയുന്നത് മനസ്സിന് സ്ട്രെങ്ത് ഉള്ളവർ മാത്രമേ ഇതൊക്കെ വായിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ, അപ്പൊ അതുകൊണ്ട് അതിനോട്ടൊന്നും പോകണ്ട. പക്ഷേ ഇതിനകത്ത് ഈ പാവപുരുഷനെ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയും, അതായത് സൃഷ്ടിച്ചിരിക്കുന്നത്. ബ്രാഹ്മണനെ കൊന്ന പാപത്തിന്റെ പ്രതിരൂപമായിട്ടാണ് ഈ പാപപുരുഷന്റെ തലയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലഹരി പാനീയങ്ങളുടെ രൂപത്തിലാണ് ഈ പാപപുരുഷന്റെ കണ്ണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം മോഷ്ടിക്കുന്നതിന്റെ പാപത്തിൽ നിന്നുണ്ടായതാണ് വായ. ഗുരുപത്നിയുമായിട്ട് അവിഹിതമായ ബന്ധം ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് ചെവികൾ ഉണ്ടായിരിക്കുന്നത്. ഒരുവൻ അവന്റെ ഭാര്യയെ കൊന്നതിന്റെ പാപമായിട്ടാണ് മൂക്കുണ്ടാക്കിയിരിക്കുന്നത്. പശുവിനെ കൊന്ന പാപത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കൈകൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരുവിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കുന്നവന്റെ രൂപമായിട്ടാണ് കഴുത്തുണ്ടാക്കിയിരിക്കുന്നത്. ഗർഭത്തെ അലസിപ്പിച്ചതിന്റെ ശാപത്തിന്റെ രൂപമായിട്ടാണ് നെഞ്ചുണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരാളുടെ ഭാര്യയെ അപഹരിച്ചതിന്റെ ഫലമായിട്ടാണ് കീഴുനെഞ്ചുണ്ടാക്കിയിരിക്കുന്നത്. ബന്ധുക്കളെ കൊന്ന പാപത്തിന്റെ ഭാഗമായിട്ടാണ് വയറ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാൻ വന്നവനെ കൊല്ലുന്നവന്റെ ഭാഗമായിട്ടാണ് നാഭി സൃഷ്ടിച്ചിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാപപുരുഷന്റെ അരക്കെട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗുരുവിന് അപരാധം ചെയ്തവന്റെ ഭാഗമായിട്ടാണ്, പ്രതിരൂപമായിട്ടാണ് അരക്കെട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. തുടകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം മകളെ വിൽക്കുന്നവന്റെ പ്രതിരൂപമായിട്ടാണ് ജനനേന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. രഹസ്യ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന്റെ പ്രതിരൂപമായിട്ടാണ് നിതംബത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിതാവിനെ കൊന്ന പാപമായിട്ടാണ് കാലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കഠിനമായ പാപങ്ങൾ ചെയ്തതിന്റെ പ്രതിരൂപമായിട്ടാണ് തലമുടി. അപ്പം വളരെ ഒരു ഭീഭത്സ രൂപമാണ് പാപപുരുഷൻ. ഇത്രയും ഭീഭത്സ രൂപം ഇനി ഏകാദശിയും ഈ പാപപുരുഷനും തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയാൻ പോകുന്നത്. ഭഗവാൻ അങ്ങനെ ഒരിക്കല് യമധർമ്മന്റെ അടുത്ത് ചെല്ലും. കൃഷ്ണൻ യമധർമ്മന്റെ അടുത്ത് ചെല്ലും. യമധർമ്മന്റെ അടുത്ത് ചെല്ലുമ്പോൾ യമധർമ്മനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീനമായ ഒരു കരച്ചില് ഭഗവാൻ കേൾക്കും. അപ്പൊ യമധർമ്മന്റെ അടുത്ത് ചോദിക്കും, ഞാൻ എവിടുന്നാണ് ഈ കരച്ചില് കേൾക്കുന്നതെന്ന് ചോദിക്കും. പറയും, അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നിടത്ത് തന്നെയാണ്, കാര്യം നരകങ്ങളിൽ നിന്നാണ് ഈ കരച്ചില് കേൾക്കുന്നതെന്ന് പറയും. ഭഗവാൻ ദീനവത്സനാണ്, അതുകൊണ്ടാണ് ദീനാനുകമ്പൻ എന്ന് പറയുന്നത്. ഭക്തദാസൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഭഗവാന് തന്നെ വിഷമം തോന്നി, എൻ്റെ മക്കളാണ്
അവർ പാപം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെ തന്നെയല്ലേ? എത്ര മുടിയനായ പുത്രനാണെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഒന്നുമല്ലേലും എൻ്റെ മകനല്ലേ, അല്ലെങ്കിൽ ആ അമ്മ പറയും ഒന്നുമല്ലേലും ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ചതല്ലേ, അവനോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കും. ഇല്ലേ? ശരിയല്ലേ? അതുപോലെ ഭഗവാന് ഒരു ദീനാനുകമ്പയുണ്ടായി. ദീനാനുകമ്പയുണ്ടാക്കി ഇവരൊക്കെ എല്ലാം മോക്ഷം കൊടുക്കണം. ഭൗതികതയിൽ ജീവിക്കുന്നവർക്കും മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഏകാദശി ദേവിയെ സൃഷ്ടിച്ചത്. ഭഗവാന്റെ തന്നെ പ്രതിരൂപമായിട്ട് ഏകാദശി ദേവിയെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ഏകാദശി ദേവി ഉള്ളിടത്തൊന്നും പാപപുരുഷൻ വരികയില്ല. ഇതാണ് പ്രശ്നം. ഇപ്പം പാപപുരുഷന് ഇരിക്കാൻ സ്ഥലമില്ല, ഓടി നടക്കുകയാണ്. ഒരിടത്തും ഇരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഏകാദശി ദേവി ഉണ്ട് അവിടെ. അങ്ങനെ ഈ പാപപുരുഷൻ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ അടുത്ത് തന്നെ വന്ന് ശരണാഗതി പ്രാപിക്കുകയാണ്. ഞാൻ അങ്ങയുടെ സൃഷ്ടിയാണ്, ഏകാദശി അങ്ങയുടെ സൃഷ്ടിയാണെങ്കിൽ ഞാനും അങ്ങയുടെ സൃഷ്ടിയാണ്, എനിക്കും ഇരിക്കാൻ സ്ഥലം വേണമെന്ന് പറയും. അങ്ങനെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം അവിടെയാണ് ഭഗവാന്റെ ഒരു വലിയ ക്വാളിറ്റി ഉള്ളത്. ചിലര് പറയും നല്ലത് മാത്രം എൻ്റെതാണ്, ചീത്തയൊന്നും എൻ്റേതല്ല. സാധാരണ മാനുഷികമായിട്ടുള്ള കാരണങ്ങളാണ്. ഇനി വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാലും സൃഷ്ടികർത്താവ് ഇന്നാരാണ് സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോഴും നല്ലതിനെ മാത്രം അതാണ് ഈ സൃഷ്ടികർത്താവ് ചെയ്തെന്ന് പറയും. ചെകുത്താനെ ആരാ സൃഷ്ടിച്ചേക്കെന്ന് പറയും, അത് നമ്മുടെ കർത്താവല്ലെന്ന് പറയും, സൃഷ്ടികർത്താവല്ലെന്ന് പറയും. അല്ല, അങ്ങനല്ല, അത് തെറ്റായ ധാരണയാണ്. ചെകുത്താനാണെങ്കിലും മാലാഖയാണെങ്കിലും ആരാണെങ്കിലും അത് ഒരേ ഒരാളുടെ സൃഷ്ടിയാണ്. സൃഷ്ടിക്കാനുള്ള കാരണവുമുണ്ട്. അപ്പൊ നല്ലതും ചീത്തയും എല്ലാത്തിൻ്റെയും കർത്തൃത്വ ഭാവം പരസ്യമായിട്ട് ഭഗവാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആപത് ബാന്ധവൻ എന്ന് ഭഗവാനെ പറയുന്നത്. കാര്യം ഏത് ആപത്തിൽ പെട്ടു കഴിഞ്ഞാലും സഹായിക്കാൻ പറ്റുന്നത് ഭഗവാനെ ഉള്ളു. കാര്യം നോക്കൂ, ഇതെല്ലാം പണ്ടുള്ളവർ എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ആ വാക്കുകളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ആപത് ബാന്ധവൻ കൃഷ്ണനെ അല്ലേ പറയുന്നത്, വിഷ്ണുവിനെ അല്ലേ പറയുന്നേ? ഇങ്ങനെയല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. ആപത് ബാന്ധവൻ, കരുണാമയൻ, കരുണാകരൻ എന്നൊക്കെ പറയും. എത്ര അർത്ഥങ്ങളാണ്. നമ്മൾ പുരാണങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കൃഷ്ണന് കൊടുത്തിരിക്കുന്ന പേരുകളെ പോലെ മറ്റൊരുത്തർക്കും കൊടുത്തിട്ടില്ല. ശരിയല്ലേ? ഇത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ റിസർച്ച് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പൊ അത്രയും വ്യക്തിത്വത്തിന്റെ, ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ സമ്മതിച്ചു, ശരിയാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിനക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ഭഗവാന് പറയും, ഈ ഒരു കാര്യം ചെയ്യണം, ഏകാദശി ദിവസം നിനക്ക് ധാന്യങ്ങളിൽ ഇരിക്കാമെന്ന് പറയും. ധാന്യങ്ങളിൽ ഇരിക്കാം, പയറുവർഗ്ഗങ്ങളിൽ ഇരിക്കാം, ഇങ്ങനെയുള്ള ആഹാരങ്ങളിലൊക്കെ വിത്തുകളിലൊക്കെ നിനക്ക് ഏകാദശി ദിവസം ഇരിക്കാമെന്ന് പറയും. അപ്പൊ ഇവിടെ ഏകാദശി ദിവസം ഇത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. അതായത് നമ്മൾ ഈ ഏകാദശി ദിവസം ഈ ധാന്യങ്ങൾ കഴിക്കുമ്പം നമ്മൾ ഈ പാപപുരുഷനെയാണ് കഴിക്കുന്നത്. അതാണ് വിഷയം. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ ഏകാദശി ദിവസം ഈ ധാന്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ പാപപുരുഷൻ ഈ ഏകാദശി ദിവസം പാപപുരുഷന്റെ ഇരിപ്പിടം ഈ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഒക്കെയാണ്. അപ്പൊ നേരത്തെ ഞാൻ ആ ബീഭത്സ രൂപം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞതിന്റെ കാര്യം ഇനിയാണ് പറയാൻ പോകുന്നത്. ഏകദേശം മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നുള്ളത് അല്ലേ? അതായത് ഈ ഏകാദശി ദിവസം ഈ ധാന്യത്തെ കഴിക്കുമ്പം നമ്മൾ പാപപുരുഷനെയും കൂടിയാണ് കഴിക്കുന്നത് ഇല്ലേ? ഈ പാപപുരുഷനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഓരോ അംഗങ്ങളും ബീഭത്സകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രതിരൂപമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ മണിയും എടുത്ത് വായിലിടുമ്പോൾ ഇത്രയും പാപങ്ങളാണ് നമ്മൾ ആ ദിവസം എടുത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത്, എടുത്ത് നമ്മൾ വഹിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്
ഇത് കേൾക്കുമ്പം ചിലർക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത്, ഏകാദശി ആരെങ്കിലും എടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അതിനൊക്കെ പോകാൻ വഴിയുണ്ട്, ഉപായങ്ങളുണ്ട്. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉപായങ്ങളൊക്കെ ഉണ്ട്. ഭീമന് കൊടുത്ത ഉപായമൊക്കെ ഉണ്ട്. അതായത് ഭീമ ഏകാദശി ഉണ്ട്. ആ ഏകാദശിക്ക് ഫുൾ നിർജ്ജലമാണെങ്കിൽ അന്നത്തെ ആ ഒരു വർഷത്തെ ഏകാദശി എല്ലാം കോമ്പൻസേറ്റ് ചെയ്തു എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 അംഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് 17 തരം പാപങ്ങളിലൂടെയാണ്. അപ്പൊ ഈ 17 തരം പാപങ്ങളും ഇതിനകത്ത് ഒരെണ്ണം മതി, ബ്രഹ്മഹത്യാ പാപം മാത്രം മതി നമ്മുടെ ഒരു 100 ജനറേഷൻ നശിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഏകാദശി ദിവസം അത്യാവശ്യമായിട്ടും നമ്മൾ ഓരോരുത്തരും എടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതത്തില് ഇപ്പം ഭഗവാന്റെ ഒരു അവതാരമായിട്ടാണ് വന്നത് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ചൈതന്യ മഹാപ്രഭു അമ്മയോട് പോലും അപേക്ഷിക്കുന്നുണ്ട്, അമ്മയെടുത്ത് പോലും അപേക്ഷിക്കുന്നുണ്ട്, അമ്മ ഏകാദശി എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും പ്രധാനമാണ് ഏകാദശി. പിന്നെ ഇതിനകത്ത് വീണ്ടും ഇപ്പൊ ഏകാദശി ദിവസത്തില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കഥകള് ഡിസ്കസ് ചെയ്യുന്നത് ശീലപ്രഭുപാദരും പ്രഭുപാദരുടെ 2 ശിഷ്യന്മാരും, തമൽ കൃഷ്ണ പ്രഭു എന്ന് പറയും. തമൽ കൃഷ്ണൻ എന്നാണോ പേര്, എപ്പോഴും നമ്മൾ വരുന്നതാണ്. പിന്നെ 2 ഹരിശൂരദാസ പ്രഭു, പിന്നെ ജയപതാക സ്വാമി മഹാരാജ്. ഒരു ദിവസം ഈ ഹരിശൂരദാസ പ്രഭു, ഈ ഏകാദശി ദിവസം ഹരിശൂരദാസ പ്രഭു എന്ന് പറഞ്ഞ പ്രഭുപാദരുടെ ശിഷ്യൻ പ്രഭുപാദർക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സംഭാഷണം ഞാൻ പറഞ്ഞതാണ്. മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തുള്ള പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ താമസിച്ചു പോയി. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഓടി ഭോജനശാലയിലേക്ക് പോവുകയാണ്. പ്രസാദം ഉണ്ടാക്കുന്നിടത്തേക്ക് പോയിട്ട് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെയൊക്കെ ഗുരുവായ ജയപതാക സ്വാമി ഉണ്ട്. ജയപതാക സ്വാമി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, എടുക്കരുത് എന്ന് പറഞ്ഞു, കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ ദിവസം അവിടെ ആ നിവേദ്യം ഉണ്ടാക്കാൻ ഉള്ള ഒരു പ്രഭു അല്ലെങ്കിൽ ഒരു സർവന്റ് അറിയാതെ കടല ഇട്ടുപോയി. ആ കടലയുടെ ഒരു പീസ്, നിലക്കടല ഉണ്ടല്ലോ, ആ ഒരു പീസ് ജയപതാക സ്വാമിക്ക് കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്തത്, ഇത് കഴിക്കരുത്. അങ്ങനെ ചെന്നിട്ട് പ്രഭുപാദർക്ക് റിപ്പോർട്ട് ചെയ്തു. പ്രഭുപാദർ പറയും, നോൺസെൻസ് പീപ്പിൾ ആണ്, യു ആർ ദ നോൺസെൻസ് പീപ്പിൾസ് എന്ന് പറയും. അങ്ങനെ പ്രഭുപാദര് ഇതിന്റെ കോമ്പൻസേഷൻ കൊടുത്തു. എന്താ കൊടുത്തത്? 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. എല്ലാവരും വിഷമിച്ചു. അപ്പം പറഞ്ഞു, ഓക്കെ, അടുത്ത 2 ദിവസം ഏകാദശി ഉപവസിക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദർ അപ്പം ഏകാദശി ദിവസം നമുക്ക് ഏതെങ്കിലും കാരണവശാല് ഏകാദശി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ, പിറ്റേ ദിവസം നമുക്ക് ഏകാദശി ചെയ്യാൻ പറ്റും. ഹരികൃഷ്ണ പ്രഭു പിറ്റേ ദിവസം അല്ല, ത്രയോദശി നമ്മള് പാരണ ചെയ്യുന്ന ദിവസം എടുക്കാൻ പറ്റില്ല. ത്രയോദശി, അതെ, ത്രയോദശി ദിവസം, ഹരികൃഷ്ണമാവി, ത്രയോദശി ദിവസം ഏകാദശി എടുക്കാം. അപ്പം ആ ത്രയോദശി ദിവസം നമ്മൾ ഏകാദശി ഇതേപോലെ എടുത്തിട്ട് പിറ്റേന്ന് പാരണ വിട്ടാം. ഈ പാരണ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഏകാദശി സമയമുണ്ട്, ആ സമയം വരെ ഏകാദശി നിലനിൽക്കും. ആ ഏകാദശി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇന്റർവൽ ടൈമാണ് അടുത്ത ദിവസത്തേക്കുള്ള. ആ ഇന്റർവൽ ടൈമിന് അകത്ത് വെച്ചിട്ട് നമ്മൾ ഏകാദശി പാരണ വീട്ടണം. പാരണ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാന്യങ്ങളോ ഒരു ചെറിയൊരു മണിയെങ്കിലും, അരിമണിയെങ്കിലും എടുത്ത് നമ്മൾ പാരണ വീട്ടണം. പാരണ വീട്ടുമ്പം നമ്മളൊരു മന്ത്രവും ഉണ്ട്. പോഷ്യേഹും പുണ്ടരീകാക്ഷ, പോഷ്യേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവ അച്യുത. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യാൻ പോകുന്നു, നിന്തിരുവടി എനിക്ക് ശരണമായി ഭവിക്കണമേ. ഇതാണ് ഏകാദശി മഹാത്മ്യം. ഈ ഏകാദശി ദിവസം ഈ ഏകാദശി മഹാത്മ്യം കേൾക്കുന്നത് തന്നെ സർവ പാപങ്ങളും ഹരിക്കും. അതായത് സർവപാപങ്ങളും ഇല്ലാതാക്കും. ഇതിനകത്ത് വീണ്ടും ഞാൻ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഏകാദശിയെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് വായിക്കാം. അതിനകത്ത് ഒരുപാട് വിധികളുണ്ട്. ആ വിധികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വൈഷ്ണവർ ചെയ്യുന്നത്
ഈ പറയുന്ന രീതിയിലുള്ള ആഹാര ക്രമങ്ങൾ ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുക. അതായത് പാരണ വീട്ടിന്റെ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഈ ആരതി, മംഗള ആരതി ചെയ്യുക. ഷോഡശ ആചാരങ്ങൾ ചെയ്യണമെന്നാണ് വിധി. അത് കലിയുഗത്തിൽ നമ്മൾ എല്ലാവരെ കൊണ്ടും ഷോഡശ ആചാരങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലോങ് പ്രൊസീജിയറാണ് ഷോഡശ ആചാരങ്ങൾ. ഈ ഷോഡശ ആചാരങ്ങൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഭാഗവത വിധി പ്രകാരം നമ്മൾ എഴുന്നേൽക്കുന്നു, ഭഗവാന് മംഗള ആരതി ചെയ്യുന്നു, ഭഗവാന് നിവേദിക്കുന്നു, നാമം ചൊല്ലുന്നു ഒക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നത് ഏകാദശി വ്രതം ദേവന്മാർക്ക് പോലും ദുർലഭമാണ്. അത് ശ്രീകൃഷ്ണ പ്രീതിജനകമാണ്. തപസ്സികൾക്ക് അത് ശ്രേഷ്ഠമായ തപസ്സാണ്. വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം. 4 വർണ്ണങ്ങളിൽപ്പെട്ടവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ഏകാദശി ദിവസം ഉണ്ണുന്നവന് ബ്രഹ്മഹത്യാദി പാപങ്ങളെല്ലാം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഒരു കല മാത്രമായിട്ടാണെങ്കിലും ദശമി ലംഘനം വന്നാൽ ശ്രീ, അതായത് ഐശ്വര്യം ആ ഗൃഹത്തിൽ നിന്ന് പോകുന്നു. വംശഹാനിയും യശോഹാനിയും ഉണ്ടാകുന്നു, യശസ്സിന് ഹാനി ഉണ്ടാകുന്നു. പിന്നെ നരകത്തിൽ പതിക്കുന്നു. ദശമിയും ഏകാദശിയും ദ്വാദശിയും കൂടി വരികയാണെങ്കിൽ അന്ന് ഭോജനം കഴിച്ചിട്ട് പിറ്റേ ദിവസമാണ് വ്രതം എടുക്കേണ്ടത്. അപ്പോൾ ത്രയോദശി നാൾ പാരണ വരും. അങ്ങനെ ചെയ്താൽ ദ്വാദശി ലംഘന ദോഷം വരികയില്ല. ഒരു ദിവസം പൂർണ്ണമായ ഏകാദശി ഉണ്ടെങ്കിലും പിറ്റേ ദിവസം അല്പമെങ്കിലും ഏകാദശി ഉണ്ടെങ്കിലും അന്ന് വ്രതം അനുഷ്ഠിക്കുന്നതാണ് നല്ലത്. പ്രഭാതത്തിൽ 3 തിഥികളുടെ സ്പർശം വരികയാണെങ്കിൽ അന്ന് ഉപവാസവും തലേ ദിവസം ജാഗരണവും നടത്തണം. പിന്നെ ഇനി പ്രത്യേകം എടുക്കേണ്ടവര് ഏകാദശി വൈഷ്ണവര്, യതികള്, വിധവകള്, ബ്രഹ്മചാരികൾ എന്നിവർ കൃത്യമായിട്ടും ഏകാദശി ചെയ്തിരിക്കണം. വൈഷ്ണവര്, യതികള്, വിധവകള്, ബ്രഹ്മചാരികള് ഈ കൂട്ടര് ഒരു കാരണവശാലും ഏകാദശി എടുക്കാതിരിക്കാൻ പാടില്ല, കൃത്യമായി എടുത്തിരിക്കണം. പിന്നെ ഭഗവാനായ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാരണ വീടുമ്പോൾ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, വീണ്ടും ആ ഷോഡശ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മന്ത്രം ചൊല്ലുന്നു. ഹേ കൃഷ്ണ രാധികാ നാഥ കരുണാ സാഗര പ്രഭു സംസാര സാഗരേ ഘോരെ മാം ഉദ്ധരേ ഭയാനകേ ശതജന്മകൃതാശാസ സൗദ്വിഗ്നസ്യ മമ പ്രഭു സ്വകർമ്മ പാശ നികടേ ബത്തസ്യ മോഷണം കുരു പ്രണതം പാദപത്മേതി പശ്യമാം ശരണാഗതം ഭവപാശഭയാഭീതം പാഹിത്വം ശരണാഗതം ഭക്തിഹീനം ക്രിയാഹീനം വിധിഹീനം ച വേദനഃ വസ്തുമന്ത്രവിഹീനം യത്തത് സമ്പൂർണം കുരു പ്രഭു വേദോക്ത വിഹിതാജ്ഞാത് സാംഗഹീന ച കർമ്മണി തന്നാമോച്ചരണാനൈവ സർവം പൂർണ്ണം ഭവദ്ദരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിധി പ്രകാരമായിരിക്കത്തില്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. ഇതെല്ലാം അങ്ങ് ക്ഷമിക്കണം. അതാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയുന്നത് കായേന വാച മനസ്സേന്ദ്രിയൈവ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളുടെ ഈ മനസ്സ് ഏകാദശി എടുക്കാനുള്ള ആ ഒരു സങ്കല്പം, ആ പ്രതിജ്ഞ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാരണ വീട്ടുന്നത്. ഇതാണ് ഏകാദശി മാഹാത്മ്യം. ഇതിനകത്ത് എത്ര ഏകാദശിയാ ഉള്ളത് മാതാജി? 24 അല്ലേ? ഇല്ല മാതാജി? ഹരേ കൃഷ്ണ. 24 ഏകാദശി. മറ്റേ പുരുഷോത്തമ മാസത്തിലെ 2 സ്പെഷ്യൽ വരും. അതെ, മാറി വരുമ്പം അങ്ങനെ വരാറുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഉൽപ്പന്ന, മോഷത, സഫല, പുത്രാട, ഷട്ടില, ജയ, വിജയ, അമാലാക്കി, പാവമേകാനി, കാമട, വരുതിനി, മോഹിനി, അപാര, നിർജ്ജല, യോഗിനി, പത്മ, കാമിക, പരിവർത്തിനി, ഇന്ദിര, പങ്കുഷ, രാമ, ഹരിബോധി. ഇന്നത്തെ ഏകാദശിയുടെ പേരെന്താ മാതാജി? ഉത്തന്ന ഏകാദശി അല്ലേ? ഉത്തന്ന ഏകാദശി. ഇപ്പം പിന്നെ ഈ മാതാജി പറഞ്ഞതുപോലെ ഇടയ്ക്ക് 2 അധിക ഏകാദശികൾ വരും. അതായത് ചാന്ദ്രമാസത്തിന്റെ ഈ ഓവർലാപ്പിംഗ് വരുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് 2 ഏകാദശികൾ കൂടി വരുന്നത്. നോർമലി 24 ഏകാദശി വരുന്നു. പൗർണമിയോട് ചാറ്റിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇസ്കോൺ ഡിസയർ ട്രീയുടെ ഓരോ ഏകാദശിയുടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറി നമുക്ക് വായിക്കാൻ പറ്റും. അതേ ദിവസം ആ സ്റ്റോറി വായിക്കുന്നത് തന്നെ പാപകരമാണ്. ആ സ്റ്റോറി വായിക്കുന്നതോ അത് കേൾക്കുന്നതോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ ഒക്കെ ആ ഏകാദശിയിൽ വളരെ വളരെ ഗുണം ചെയ്യും. ഇതൊക്കെ വെറുതെ ഉള്ള പറച്ചിലല്ല, അതിനൊക്കെ സ്പഷ്ടമാണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്.
ഇതൊക്കെ നമ്മൾ പൗരാണിക ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെതെല്ലാം മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ പിന്നെ കംസന് കുറേ അസുരന്മാരുണ്ടായിരുന്നു ഇല്ലേ? കംസന്റെ കീഴില് ഭഗവാനെ കൊല്ലാനാണ് ഈ അസുരന്മാരെല്ലാം വിടുന്നത്. ഇതിനകത്ത് ഈ ഭഗവാനോട് ബാഹുലേശ മഹാരാജ നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ വരുന്ന അസുരന്മാർക്കെല്ലാം ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതെന്ന്. എല്ലാവർക്കും മോക്ഷം കൊടുത്താ വിടുന്നത്. അപ്പം അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അതിൽ കുറെ അസുരന്മാര്, രാക്ഷസന്മാര് അറിയാതെ ഏകാദശി എടുത്തിട്ടുണ്ട്. അതും ഞാൻ കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏകാദശി ദിവസം എടുക്കുകയാണ് അത്രയേറെ ശ്രേഷ്ഠമാണ്. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് നമ്മൾ, ഇതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഈ ഏകാദശി ദിവസം ഏകാദശിയെ കുറിച്ച് പറയണം എന്ന് ചിന്തിച്ചിട്ടാണ്. സ്മിതമാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേകൃഷ്ണ പ്രഭു, ഞാൻ പ്രഭു പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അതില് പ്രഭു പാപപുരുഷന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതില് പ്രഭു പറഞ്ഞു കലിപുരുഷൻ എവിടെയൊക്കെയാണ് ഇരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഭാഗവതത്തില് 1:17-38 പറയുന്നുണ്ട്, സൂതൗവാച അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയേ ദദൗ ദ്യൂതം പാനം സ്ത്രിയസ്സൂന യത്രാധർമ്മശ്ച ദുർവിധാഃ. നമ്മള് പറയാം ഇസ്കോണിന് 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്, റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യണമെന്നുള്ളതിന്റെ ആൻസർ ഇതാണ്. ദ്യൂതം പാനം സ്ത്രീയ സൂന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 സ്ഥലങ്ങളാണ് പറയുന്നത്. ദ്യൂതം ഗാംബ്ലിംഗ്, പാനം ഡ്രിങ്കിങ്, സ്ത്രീയ പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൂന എന്താ പറയാ കില്ലിങ്, അനിമൽ കില്ലിങ്. അപ്പൊ നമ്മുടെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ ഇൻടോക്സിക്കേഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കും 117:38. അതെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കലി എവിടെയാണ് ഇരിക്കുന്നത് കലികാലത്തിൽ എന്നുള്ളത്. അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. സൂത ഗോസ്വാമി said, Maharaja Parikshit, thus being petitioned by the personality of Kali, gave him permission to reside in places where gambling, drinking, prostitution and animal slaughter were performed. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളെ ഈ 4 കാര്യങ്ങൾ ഒഴിവാക്കുന്നത്. പിന്നെയും ഈ കലിപുരുഷൻ ചോദിക്കുന്നുണ്ട്, ഇത് 4 മാത്രം പോരാ, ഇനി ഒരു സ്ഥലം കൂടെ അലോട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് സ്വർണം കൊടുക്കുന്നത്. എവിടെയാണോ അതെ എവിടെയാണോ ഹോർഡിങ് ഓഫ് എന്താ പറയാ ഒരുപാട് സ്വർണം ഉള്ളത് അവിടെയും കലിപുരുഷന് വന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഓക്കേന്ന് പരീക്ഷിത് മഹാരാജ് പറഞ്ഞതും പരീക്ഷിത് മഹാരാജിന്റെ കിരീടത്തെ തന്നെ കയറി ഇരിക്കുന്നുണ്ട് കലി. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കലികാലത്തില് നമ്മള് അവോയ്ഡ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. പ്രഭു പറഞ്ഞ പോലെ ഈ ഏകാദശി ദിവസം ഒരു അഡീഷണൽ പ്ലേസും കൂടെ കലിപുരുഷന് ഇരിക്കുന്നുണ്ട്. അതാണ് ഈ ഗ്രെയിൻസും ബീൻസും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശി ദിവസം ഗ്രെയിൻസും ബീൻസും ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രഭു ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് കലിപുരുഷന്റെ പ്രത്യേകതകളെന്നും അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യും. കലിപുരുഷൻ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ക്യാരക്ടറിനെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് എന്താ പറയുക, ഒരു സാത്വികമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കലിപുരുഷൻ ഇരിക്കുന്ന സ്ഥലങ്ങള് കാര്യങ്ങള് ഒഴിവാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതി, സന്തോഷം പറഞ്ഞത്. ഞാൻ ഇതെടുത്തതാണ്. അപ്പൊ അവിടെ മലയാളത്തിൽ സൂതഗോസ്വാമി പറഞ്ഞു, കലിസത്വത്തിന്റെ അഭ്യർത്ഥന ചെവിക്കൊണ്ട പരീക്ഷിത് മഹാരാജാവ് ചൂതുകളി, മദ്യപാനം, വ്യഭിചാരം, മൃഗകശാപ്പ് എന്നിവ നടക്കുന്ന സ്ഥലങ്ങളിൽ വസിക്കുവാനും കളിക്കാനും വാദം നൽകി.
ഇതിനകത്ത് പ്രഭുപാദന്റെ ഭാവാർത്ഥം, അധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ അഹന്ത, വ്യഭിചാരം, ലഹരി, അധർമ്മത്തിന്റെ പര്യായങ്ങളാണ് ഇതെല്ലാം. അഹന്ത, വ്യഭിചാരം, ലഹരി, അസത്യഭാഷണം, വചകത്വം എന്നിവ. വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത എന്നീ 4 ധർമ്മ അനുശാസനങ്ങളുടെ തത്വങ്ങളെ നിർവീര്യമാക്കുന്നു. ഈ കാര്യങ്ങൾ, ഈ വക കാര്യങ്ങള്, വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിത്യാജ്യം, അത് പരിത്യജിക്കുക, ഒന്നും എന്റേതല്ല എന്നുള്ള ഒരു ഭാവം, ആ ഭാവം ഇല്ലാതാക്കുന്നത് ഈ അധർമ്മമാണ്. അപ്പം വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത എന്നീ 4 ധർമ്മ അനുശാസന തത്വങ്ങളെ നിർവീര്യമാക്കുന്നു. അപ്പൊ രാജാവ് പ്രത്യേകമായി എടുത്തു പറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് ചൂതുകളി, വ്യഭിചാരം, മദ്യപാനം, മൃഗകശാപ്പ് എന്നിവ നടക്കുന്ന സ്ഥലങ്ങളിൽ വസിക്കുവാൻ കരിസത്വത്തിന് അനുമതി നൽകി. നമ്മൾ നോക്കണം, നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഈ കന്നുകാലി ബിസിനസ് ഒക്കെ നടത്തുന്നവരുണ്ട്, അവരുടെ ജീവിതത്തെ എടുത്തു നോക്കണം. ഒരിക്കലും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. അവസാന നിമിഷം അവരുടെ ആ കുടുംബമേ തകർന്നു പോയതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പല രീതിയിലും. ഇതൊക്കെ അതിൻ്റെതായ പല കാർമിക് റിയാക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞാലും അറിയാതെ ആണെങ്കിലും കാര്യങ്ങൾ ഈ വിധിപ്രകാരമേ പോവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു, നമുക്കൊരു പക്ഷേ അറിയത്തില്ലായിരിക്കും ഇത് കൊണ്ടയാണ്, നമ്മൾ അങ്ങനെ ഓടിച്ചു പോകുന്നു. ഇത് ഇത്ര കിലോമീറ്റർ സ്പീഡ് ഇവിടെ ഓടിക്കണം, അതും നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഓടിച്ചു പോകുന്നു, നമ്മൾ ഇന്നസെന്റ് ആണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ക്യാമറകൾ ഇങ്ങനെ അതിന്റെ ഫൈൻ ഇങ്ങനെ അടിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. ഇതേ ഉള്ളു വ്യത്യാസം, അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഉടനെ ആ ഫൈൻ കാണിക്കത്തില്ലായിരിക്കാം. ഒരു പക്ഷെ ഇവിടെ പോകുന്നതിൻ്റെ കൂട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എത്ര ഫൈൻ ഉണ്ടെന്ന് പറയുന്നത് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഈ അവസാന നിമിഷമായിരിക്കും ഈ ഫൈനുകൾ എടുത്തുകൊണ്ടെന്ന് കാണിക്കുന്നത്. ഇങ്ങനെ അതുവരെ ഒരു പക്ഷെ നമ്മളിങ്ങനെ സുഖിച്ചു പോകും. അവസാന നിമിഷം പറയും ഗ്രേസ് മാർക്ക് ഒന്നും ഇങ്ങനെ വിട്ട്, പക്ഷെ അവസാനം എന്തായി കഴിഞ്ഞാലും ഇത്രയും ഫൈൻ ഉണ്ട്, ആ ഫൈൻ മൊത്തം എടുത്തിട്ട് വേണം പോകാൻ. അവിടെയാണ് യമധർമ്മന്റെ അടുത്ത് ചെല്ലുന്നതും ഈ യമധർമ്മന്റെ അടുത്ത് ഈ ദീനരോധനം ഭഗവാൻ കേട്ടത്. വളരെ പ്രയാസകരമാണ് ഈ ശരീരമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനെയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഭയക്കാനോ മറ്റൊന്നിനുമല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത് ഏകാദശി ആരെങ്കിലും എടുക്കാതിരിക്കുന്നുണ്ടോ, എടുത്തിട്ടുണ്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് എല്ലാ ഏകാദശിയും നമുക്ക് എടുക്കാൻ പറ്റും. ആ ഏകാദശി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കും, അത് ബ്രഹ്മവിവർത്ത പുരാണത്തിലും പറയുന്നുണ്ട്, 7 തലമുറകൾക്ക് ഗുണം ചെയ്യും, അതുപോലെ 7 തലമുറകൾക്ക് മുമ്പുള്ള പിതൃക്കൾക്കും ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എത്ര സുന്ദരമാണ്. അപ്പൊ ആ ഒരു ഏകാദശി മാസത്തിൽ 2 എണ്ണേ ഉള്ളൂ, കൂടുതൽ വിശക്കേണ്ട ആവശ്യമില്ല. ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമാണ്, അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും. ആ ദിവസം നമ്മൾ ഏകാദശി എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഞാൻ എൻ്റെ പിതാവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുത്തച്ഛന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഏകാദശി എടുക്കുന്നത് ഭഗവാനെ, അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെ ഗുണമാണ് ആ ഏകാദശി കൊണ്ട് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. അനിത മാതാജി, ഹരേ കൃഷ്ണ. കേട്ടിട്ട് ബോറടിച്ചോ? ഹരേ കൃഷ്ണ. സുധീഷ് ജി, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇത് പുതിയ അറിവുകളാണല്ലോ. രണ്ട് ചെറിയ കാര്യങ്ങൾ ഇത് പറഞ്ഞ ഒരു സയന്റിഫിക് ലെവലിൽ ഇതിനൊരു എനിക്ക് തോന്നുന്നു ശ്രീ പ്രഭുപാദർ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സ്പീച്ചിനകത്ത്. അതായത് ഏകാദശി എന്ന് പറയുന്നത് 11ാമത്തെ ദിവസം എന്നുള്ളതാണ്. അപ്പൊ 11ാമത്തെ ദിവസം എന്ന് വെച്ചാൽ ലൂണാർ സൈക്കിളിനെ ബേസ് ചെയ്ത് പോകുന്നു. അപ്പം ഈ മൂണിന് നമ്മുടെ ബോഡിയായിട്ട് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഉണ്ട്. അതായത് മൂണിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനെ എഫക്ട് ചെയ്യാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളമാണ്, ബോഡിയിലകത്ത് വാട്ടർ കണ്ടന്റ്. അപ്പൊ വെയിലേറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള വെള്ളത്തിനും ഈ ആകർഷണ ബലം ഉണ്ടാകും. അപ്പം മനസ്സിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഇഷ്യൂസ് കാരണം, ഈ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ കാരണമാണ്. അപ്പം ലൂണാറുമായിട്ട് അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നമുള്ളവർക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് സയന്റിഫിക്കലി നമ്മളെ വേദത്തിൽ വന്ന ഒരു അടിസ്ഥാനപരമായിട്ട് അങ്ങനെയും ഒരു ഇവാലുവേഷൻ നടത്താനേ ഉള്ളൂ. അതിൽ പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രെയിൻസിന് അതിനകത്ത് വരുന്ന വലിയ റോള് വരുന്നത്. കാരണം ഈ ഗ്രെയിൻസിന് വാട്ടർ കണ്ടന്റ് സ്റ്റോർ ചെയ്യാനും
അതായത് പ്രഭുപാദർ ഈ ഒരു സംവിധാനത്തിന് റിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഏകാദശികൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് പണ്ട് വ്രതം എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പ്രഭുപാദർ മോഡേൺ പ്രാക്ടിക്കലായിട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അതിനെ റിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയും അതിനെ കുറച്ച് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഏകാദശിയെ റിഫൈൻ ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കേട്ടിട്ടുണ്ട്. അപ്പം അവിടെയും വരുന്നത് ഇതാണ്, ധാന്യങ്ങളിൽ ഈ അതിനകത്ത് ധാന്യം തന്നെ ഗ്രെയിനും സീഡും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുമൊക്കെ വളരെ കാറ്റഗറിറ്റിക്കലി പറയുന്നുണ്ട്. അപ്പൊ അതിനും ഈ പറയുന്ന ഒരു സയന്റിഫിക് വേർഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാം. നമുക്ക് സ്പിരിച്വൽ ലെവലിൽ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു സയന്റിഫിക്കൽ ബാക്കപ്പ് ഉണ്ട്. അത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും സുധീഷ്, വളരെ നല്ലത്, നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ മോഡേൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് സയന്റിഫിക്കും കൂടെ കുറഞ്ഞെങ്കിലേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് ഗ്രഹിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നേരൊക്കെ പോകും. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ഹരേ കൃഷ്ണ. ശ്യാം സുധീർ പ്രഭു ഹരേ കൃഷ്ണ, ബിജു പ്രഭു ഹരേ കൃഷ്ണ, ഘനശ്യാം ഹരേ കൃഷ്ണ, ദീപ്തി മാതാജി ഹരേ കൃഷ്ണ. ഇവരാരും വീഡിയോയിൽ വന്നിട്ടില്ല. എന്തായാലും മീരാജി ഹരേ കൃഷ്ണ, സുമാജി ഹരേ കൃഷ്ണ, നിഷാജി ഹരേ കൃഷ്ണ, എല്ലാവർക്കും ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഈ ഏകാദശി ദിവസം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പിതൃക്കൾക്കും ഇഹലോകത്തിലും പരലോകത്തിലും മോക്ഷം കിട്ടട്ടെ എന്ന് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സുധീഷ് പറഞ്ഞ ഒരു പോയിന്റ് എടുത്ത് പറയാം. അതായത് കുറെ ഷോഡശ ഉപചാരങ്ങളാണ്. അപ്പൊ വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് അതിനകത്ത് പെടുന്നതാണ്. അപ്പം അതെല്ലാം കുറച്ച് ലിബറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രഭുപാദർ പറഞ്ഞു. അത് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമജപങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം മൊത്തം ഭഗവാനുമായിട്ട് ഉപവസിച്ചിരിക്കണം, മാക്സിമം നമ്മൾ ചാൻഡിങ് ചെയ്യണം, ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് ബാക്കിയുള്ള നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഏകദേശം. അപ്പൊ നമുക്ക് ഉപസംഹരിക്കുന്നത് നമുക്ക് ദാമോദരാഷ്ടം ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് ഉപസംഹരിക്കാം. ഓക്കെ, ചെയ്യാമല്ലോ സ്മിത മാതാജി? ഓക്കെ. അപ്പം ഇന്ന് അഷ്ടകം മീരാജി ചെയ്യത്തില്ലേ? ദാമോദരാഷ്ടകം പേപ്പറില്ലേ അവിടെ പ്രിന്റ്? ഓക്കെ. ദീപ്തി മാതാജി ഹരേ കൃഷ്ണ. അപ്പൊ മീരാജി ഇല്ല, പ്രിന്റ് ഉണ്ടാവുമല്ലോ അവിടെ. നമ്മൾ അവിടെ ഇരുന്ന് ഒരുമിച്ച് വായിച്ചതാണ്. ഹരേ കൃഷ്ണ. സ്നിഗ്ധ ഹരേ കൃഷ്ണ. അവിടെ ഉണ്ട്, അത് എവിടെ ഇരിപ്പുണ്ട്, അന്ന് നമ്മൾ വായിച്ചതാണ്. ഓക്കെ. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇരിപ്പില്ലേ? ഉണ്ട്, എനിക്കറിയാം ഉണ്ടെന്നുള്ളത്. നമുക്ക് മീരാജിയേക്കാൾ കൂടുതൽ ഇപ്പൊ എനിക്കറിയാം ഏത് ഭാഗത്താണുള്ളതെന്ന്. സുമാജി ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചോളൂ. ഞങ്ങൾ മ്യൂട്ടായിക്കൊണ്ട് കൂടെ ചെല്ലാം. ഓക്കെ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ ഭ്രാജമാനം യശോദാഭിയോലോകലാധവമാനം പരമിഷ്ടമത്യന്ത തോധൃതഗോപ്യാ രുദന്തം മുഹുർനേത്ര യുഗ്മം മൃജന്തം കരാംബോജയുഗ്മേന സാദംഗനേത്രം മുഹുശ്വാസകമ്പാത്രിരേഖാംഗകണ്ഠ
സിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം ഇതി ദൃക്സ്വലീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തം ആഖ്യാപയന്തം തദീയേഷിതഗ്നേഷു ഭക്തർജിതത്വം പുനഃ പ്രേമതസ്തം ശതാവൃത്തിവന്ദേ വരം ദേവമോക്ഷം ന മോക്ഷാവതിം വാ ന ചന്യം വൃണേഹം വരേഷാദപീഹ ഇദം തേവ പൂർണ്ണാഥ ഗോപാലബാലം സദാ മേ മനസ്ത്യാവിരസ്താക്കി മന്യേ ഇദം തേ മുഖാഭോജം അത്യന്തനീലൈ വൃതം കുന്ദലൈ സ്നിഗ്ധരക്തശ്ച ഗോപ്യാ മുഹുശ്ചുംബിതം ബിംബരക്താധരം മേ മനസ്യാവിരാസ്താമാലം ലക്ഷലാഭൈ നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദിനം ബതാനു ഗൃഹനീശമാമഗ്നം യഥാക്ഷി-ദൃശ്യാം കുബേരാത്മജൗ ബദ്ധമൂർത്തവ്യയത്വത് ത്വയാ മോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകമേ പ്രയച്ഛ ന മോക്ഷേ ഗ്രഹേ മേസ്തി ദാമോദരേഹ നമസ്തേ സ്തുതാംനേ സ്ഫുരദീപ്തിദാംനേ ത്വദീയോധരായാധ വിശ്വസ്യ ധാംനേ നമോ രാധികായൈ ത്വദീയപ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം നമോ രാധികായൈ ത്വദീയപ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. താങ്ക് യു മാതാജി, താങ്ക് യു. അനിത മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് വിശേഷങ്ങൾ? ഹരേ കൃഷ്ണ പ്രഭു, പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം കേട്ടു. ഹരേ കൃഷ്ണ. അപ്പോൾ സന്തോഷം. സിൽക്ക് വിശക്കുന്നുണ്ടോ?